പരാജയത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു വിഭ്രാന്തിയാണ്. ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും അല്ലെങ്കിൽ NDA വിജയിക്കുമെന്ന് ഒരിക്കലും അവർ കരുതിയിരുന്നില്ല. അപ്പോൾ അത് ഇതുവരെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അന്ന് CPM പറഞ്ഞത് എന്താ, LDF പറഞ്ഞത് എന്താ, പൂരം കലക്കിയാണ് BJP ജയിച്ചത്. അന്ന് അതിനു വേണ്ടിയിട്ട് പോലീസുകാർക്കെതിരെ നടപടി, കമ്മീഷണർക്കെതിരെ നടപടി, പൂരം കലക്കാൻ വേണ്ടി ആംബുലൻസിൽ വന്നു, അതിന് കേസ്. അപ്പോൾ അന്ന് മുതൽ സുരേഷ് ഗോപിയെ വേട്ടയാടാൻ അല്ലെങ്കിൽ BJPയെ വേട്ടയാടാനുള്ളൊരു ശ്രമം ഇവർ രണ്ടുപേരും നടത്തി. കൂടാതെ തന്നെ അന്ന് മുരളീധരൻ പറഞ്ഞ എന്താ, മുരളീധരൻ അന്ന് പറഞ്ഞത് എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാരാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് പുതിയൊരു ഇഷ്യൂ ആയിട്ട് വന്ന് തെരഞ്ഞെടുപ്പിൽ കള്ള വോട്ട് ചെയ്തു അല്ലെങ്കിൽ 2 വോട്ട് ഉണ്ട് എന്ന് സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾക്കോ അദ്ദേഹം അവിടെ എത്രയോ കാലമായിട്ട് അവിടെ മത്സര രംഗത്തുണ്ട്. നിലവിലുള്ള വോട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു നിയമ തടസ്സവും ഇല്ല. നേരത്തെ 6 മാസം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു പോസ്റ്റൽ അഡ്രസ്സും ഉണ്ട്, റെന്റൽ അഗ്രിമെന്റും ഉണ്ടെങ്കിൽ വോട്ട് മാറ്റുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അപ്പോൾ ഒരു പുകമുറ സൃഷ്ടിക്കുക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ 8 വോട്ടാണ്. ചെന്നിത്തലയിലും ഉണ്ട്, ഹരിപ്പാടിലും ഉണ്ട്. എവിടെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. മറ്റത് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. വോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷിഫ്റ്റ് ചെയ്ത വോട്ട് ഇവിടെ എൻട്രി ചെയ്തതിനു ശേഷം ഇവിടെ ഡിലീറ്റ് ആക്കിയിട്ട് അവിടെ എൻട്രി ചെയ്യാൻ പോകുമ്പോൾ വോട്ട് ഉണ്ടാവില്ല. അപ്പോൾ അപേക്ഷ കൊടുക്കും. എന്തെങ്കിലും പ്രായോഗിക തലത്തിലുള്ള ടെക്നിക്കൽ എറർ കൊണ്ടോ നമ്മൾ പിന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടപ്പശ കൊണ്ടോ രണ്ടിടത്തും നിലനിൽക്കും. പക്ഷേ മാന്യതയുള്ള ആളുകൾ ഒരു സ്ഥലത്തെ വോട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് രീതി.